2026 മാർച്ചിൽ റിലീസാവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്ന സിനിമകളുടെ റിലീസ് ഡേറ്റുകളൊക്കെ മാറാനുള്ള സാധ്യതകൾ ചിലപ്പോഴുണ്ട്. അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ. സോ 30+ അപ്കമിംഗ് മൂവീസ് റിലീസിംഗ് ഇൻ മാർച്ച് 2026. മാർച്ച് 2 തന്നെ, അതായത് നാളെ DTF സെന്റ് ലൂയിസ് എന്നൊരു ഡാർക്ക് കോമഡി സീരീസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആവുന്നുണ്ട്. HBO ഒറിജിനൽ സീരീസ് ആണിത്. HBOയിൽ US ഇന്ന് തന്നെ റിലീസ് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ഹോട്ട്സ്റ്റാറിൽ നാളെ ആയിരിക്കും എത്തുക. നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ ജിം ഹോപ്പർ ഉണ്ടല്ലോ, അതായത് ഡേവിഡ് ഹാർബർ, പുള്ളിയൊക്കെ അഭിനയിച്ച ഒരു സീരീസ് ആണിത്. 7 എപ്പിസോഡാണ് ഇതിനുള്ളത്. ആദ്യത്തെ എപ്പിസോഡ് മാത്രമേ ഈ ആഴ്ച റിലീസ് ആവുകയുള്ളൂ. ബാക്കി ഓരോന്നും ഓരോ ആഴ്ചയിലുമായിട്ടായിരിക്കും റിലീസ് ആവുക. ദ ഹണ്ട് എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ആപ്പിൾ TV+ൽ മാർച്ച് 4 റിലീസ് ആവുന്നുണ്ട്. അതുപോലെ യങ് ഷെർലോക്ക് എന്നൊരു ത്രില്ലർ സീരീസ് പ്രൈം വീഡിയോയിൽ മാർച്ച് 4 റിലീസ് ആവുന്നുണ്ട്. ഗൈ റിച്ചിയാണ് ഇതിന്റെ സംവിധായകൻ. എനിക്ക് ഈ മാസം പ്രതീക്ഷയുള്ള ഒരു സീരീസ് ആണിത്. അനിൽ കപൂർ അഭിനയിച്ച ഹിന്ദി ആക്ഷൻ പടം സുബൈദാർ ആമസോൺ പ്രൈം വീഡിയോയിൽ മാർച്ച് 5 റിലീസ് ആവുന്നുണ്ട്. ഇനി മാർച്ച് 6 കുറെ റിലീസുകളുണ്ട്. 3 മലയാള സിനിമകൾ 6 തന്നെ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി അഭിനയിച്ച സംഭവം അധ്യായം 1 എന്ന സിനിമ, സിദ്ധാർത്ഥ് ഭരതൻ, വിനീത് കുമാർ ഒക്കെ പടത്തിലുണ്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ ആണ് എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഹന്ന റജി കോശി, കലേഷ് രാമാനന്ദ് ഒക്കെ അഭിനയിച്ച ഫേസസ് എന്നൊരു മലയാളം ത്രില്ലർ പടവും മാർച്ച് 6 തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ശേഷ 2016 എന്നൊരു മലയാളം ത്രില്ലർ പടവും അന്ന് തന്നെ തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. 6 മറ്റൊരു പ്രധാനപ്പെട്ട റിലീസ് ഇംഗ്ലീഷ് റൊമാന്റിക് കോമഡി ഹൊറർ പടമായ ദ ബ്രൈഡ് ആണ്. ക്രിസ്ത്യൻ ബെയിൽ, പീറ്റർ സ്കാർസ്ഗാർഡ്, ജെയ്ക്ക് ജിലൻഹാൾ, ജെസി ബേക്ലെ ഉൾപ്പെടെ ഒരു ഗംഭീര താരനിര അണിനിരന്ന ഒരു സിനിമയാണിത്. നമ്മുടെ ഫ്രാങ്കിൻസ്റ്റൈൻ അതിനെ ബേസ് ചെയ്തുള്ള ഒരു കഥയാണിതെന്നാണ് കേട്ടത്. ഇനി ഇംഗ്ലീഷ് ആനിമേഷൻ മൂവി ഹോപ്പേഴ്സ്, അതുപോലെ ഹിന്ദി റൊമാന്റിക് ഡ്രാമ നജാനെ കോൻ ആ ഗയ, തമിഴ് പടം ആസൈ, അതുപോലെ അർജുൻ അശോകൻ അഭിനയിച്ച മറ്റൊരു തമിഴ് പടമായ കാതൽ റീസെറ്റ് റിപ്പീറ്റ്, ഇതൊക്കെ 6 തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം വാർ മെഷീൻ എന്നൊരു ഹോളിവുഡ് സൈഫൈ ആക്ഷൻ മൂവി നെറ്റ്ഫ്ലിക്സിലും, വിക്രം ഓൺ ഡ്യൂട്ടി എന്നൊരു തെലുഗു ത്രില്ലർ സീരീസ് ഹോട്ട്സ്റ്റാറിലും 6 തന്നെ റിലീസ് ആവുന്നു. ഇനി മാർച്ച് 10 വൺ പീസ് സീരീസിന്റെ സീസൺ 2 ലൈവ് ആക്ഷൻ സീരീസ്, അതിന്റെ സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സ്കാർപെറ്റ എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ആണ്. ഇത് പ്രൈം വീഡിയോയിൽ മാർച്ച് 11 റിലീസ് ആവുന്നുണ്ട്. പ്രിയങ്ക മോഹനൊക്കെ അഭിനയിച്ച മെയ്ഡ് ഇൻ കൊറിയ എന്നൊരു തമിഴ് സിനിമ ഡയറക്റ്റ് OTT റിലീസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് 12 റിലീസ് ആവുന്നുണ്ട്. മാർച്ച് 13 റിമൈൻഡേഴ്സ് ഓഫ് ഹിം എന്നൊരു ഇംഗ്ലീഷ് റൊമാന്റിക് ഡ്രാമ, അതുപോലെ സോളോമിയോ എന്ന വേറൊരു ഇംഗ്ലീഷ് കോമഡി റൊമാന്റിക് ഡ്രാമ, ഇത് രണ്ടും തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. അന്ന് തന്നെ തിയേറ്ററുകളിൽ അന്തോണി എന്നൊരു തമിഴ് പടവും റിലീസ് ആവും. ദ മാഡിസൺ എന്നൊരു വെസ്റ്റേൺ ഡ്രാമ ഇംഗ്ലീഷ് സീരീസ് പാരമൗണ്ട് പ്ലസിൽ 14 റിലീസ് ആവുന്നുണ്ട്. ഇനി മാർച്ച് 16 ഓസ്കാർ ലൈവ് ജിയോ ഹോട്ട്സ്റ്റാറിലുള്ളത്. ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ മാർച്ച് 18 ഇംപെർഫെക്റ്റ് വുമൻ എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ആപ്പിൾ TV+ൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. പിന്നെ മാർച്ച് 19 ഈ മാസം കുറെ മെയിൻ ആയിട്ടുള്ള റിലീസുകൾ ഉള്ളത്. ആദ്യം തന്നെ മലയാളത്തിൽ നിന്നും ആട് 3 മാർച്ച് 19 റിലീസ് ആകും. ആട് ഫ്രാഞ്ചൈസിലെ 3ാമത്തെ സിനിമയാണിത്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത പടമാണ്. ഇത്തവണ ജോണർ ഒന്ന് ഷിഫ്റ്റ് ആയിട്ട് ഫാന്റസി കൂടെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ, ഇങ്ങനെ സ്ഥിരം കാസ്റ്റിനൊപ്പം കുറെ വിദേശ താരങ്ങളും പടത്തിലുണ്ട്. ഈ മാസത്തിലെ ഏറ്റവും വലിയ മലയാളം റിലീസ് ഇതാണെന്ന് പറയാം. അന്ന് തന്നെയാണ് കന്നഡ പീരിയോഡിക് ഗ്യാങ്സ്റ്റർ സിനിമയായിട്ടുള്ള ടോക്സിക് റിലീസ് ആവുന്നത്. വമ്പൻ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ്. യഷ് നായനാവുന്ന പടമാണ്. മലയാളി നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസ് ആണ് ഇതിന്റെ സംവിധായിക. നല്ല വിവാദമൊക്കെ ഉണ്ടാക്കിയാണ് ഇതിന്റെ ടീസറുകളൊക്കെ റിലീസായത്. ഇതിൽ യഷിനൊപ്പം നയൻതാര, കിയറ അദ്വാനി, ടൊവിനോ തോമസ്, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, അങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. രവി ബാസ്രൂർ ഉൾപ്പെടെ 5-6 പേരെങ്ങാണ്ട് ചേർന്നാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. എന്തായാലും ഈ മാസത്തിലെ ഏറ്റവും വലിയ മറ്റൊരു റിലീസ് ആയിരിക്കും ടോക്സിക്. അതുപോലെ അന്ന് തന്നെയാണ് ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ട്, ദുരന്തർ ദ റിവെഞ്ച് റിലീസ് ആവുന്നത്. ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കിയ ഒരു ഓളവും ഹൈപ്പും കുറെ വിവാദവും ഒക്കെ കൊണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ആളുകൾ വെയിറ്റിംഗ് ആണ്. സോ ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ടും 19 റിലീസ് ആകും. 19 തന്നെ യൂത്ത് എന്നൊരു തമിഴ് റൊമാന്റിക് ഡ്രാമയും റിലീസ് ആവുന്നുണ്ട്. ഇനി 20 കുറച്ച് റിലീസുകളുണ്ട്. പീക്കി ബ്ലൈൻഡേഴ്സിന്റെ സീക്വൽ ആയിട്ട് വരുന്ന സിനിമ പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ 20 തിയേറ്ററുകളിൽ റിലീസ് ആകും. അതുപോലെ പ്രൊജക്ട് ഹെയിൽ മേരി എന്നൊരു സൈഫൈ ഇംഗ്ലീഷ് പടം, ഇതും 20 റിലീസ് ആവുന്നുണ്ട്. റയാൻ ഗോസ്ലിംഗ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. ഒപ്പം ഡു നോട്ട് എൻറ്റർ എന്നൊരു ഇംഗ്ലീഷ് ഹൊററും, അതുപോലെ മറ്റൊരു ഹൊറർ കോമഡി ആയിട്ടുള്ള റെഡി ഓർ നോട്ടിന്റെ സെക്കൻഡ് പാർട്ട് റെഡി ഓർ നോട്ട് 2 ഹിയർ ഐ കം, ഇത് രണ്ടും 20 റിലീസ് ആവുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. പ്രെറ്റി ലീതൽ എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ സീരീസ് പ്രൈം വീഡിയോയിൽ 25 റിലീസ് ആവുന്നുണ്ട്. അതുപോലെ ഡിറ്റക്റ്റീവ് ഹോൾ എന്നൊരു നോർവീജിയൻ ത്രില്ലർ സീരീസ് 26
നെറ്റ്ഫ്ലിക്സിലും റിലീസ് ആവുന്നുണ്ട്. പവൻ കല്യാണിന്റെ ഉസ്താദ് ഭഗത് സിംഗ് എന്നൊരു തെലുഗു ആക്ഷൻ പടം മാർച്ച് 26-ന് റിലീസ് ആവുന്നുണ്ട്. രാശി ഖന്നയൊക്കെയാണ് ഇതിൽ മറ്റ് പ്രധാന വേഷങ്ങൾ വരുന്നത്. ഇംഗ്ലീഷ് ആക്ഷൻ ഹൊറർ ത്രില്ലറായ ദേ വിൽ കിൽ യു മാർച്ച് 27-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. ഇനി ഇതുകൂടാതെ നിവിൻ പോളിയുടെ മലയാളം പൊളിറ്റിക്കൽ ഡ്രാമ പ്രതിച്ഛായ എന്ന പടവും മാർച്ചിൽ തന്നെ റിലീസ് ഉണ്ട് എന്നാണ് കേട്ടത്. മിക്കവാറും മാർച്ച് 19-നാകാനാണ് സാധ്യത. ആദ്യം പറഞ്ഞൊരു ഡേറ്റ് ഇതായിരുന്നു, പക്ഷേ ഇപ്പോൾ തീയതി അങ്ങനെ കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി 19-ന് തന്നെ ആടും ടോക്സിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഡേറ്റ് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. ബി ഉണ്ണികൃഷ്ണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, ആന അഗസ്റ്റിൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. അതുപോലെ തന്നെ ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം നായകനായിട്ട് വരുന്ന ദൃഢം എന്ന ത്രില്ലർ സിനിമയും മാർച്ചിൽ തന്നെ റിലീസ് ഉണ്ടെന്നാണ് കേട്ടത്. ഇതിന്റെയും ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് മാർച്ച് മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായിട്ടും റിലീസ് ആകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഞാൻ ഏതെങ്കിലും പടം മിസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ശരിയാണ്.